ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ സൂര്യോദയം മുതൽ ഈ നക്ഷത്ര ജാതകരുടെ തലവര തെളിയും. തൊടുന്നതെല്ലാം പൊന്നാകും. ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ആദിത്യൻ മീനം രാശിയിൽ, രേവതി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ. ഏപ്രിൽ 12 ശനിയാഴ്ചയാണ് വെളുത്തവാവ്. ചൊവ്വ തൻ്റെ നീചക്ഷേത്രമായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. ഏപ്രിൽ 12 ചൊവ്വ പുണർദത്തിൽ നിന്നും പൂയം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയാണ്. വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിൽ സഞ്ചരിക്കുന്നു. ഏപ്രിൽ 10 മകയിരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു. ശനിയും രാഹുവും ബുധനും ശുക്രനും മീനം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലുണ്ട്. ബുധ ശുക്രന്മാരുടെ മൗഢ്യം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 11 അതായത് ബുധൻ ഉത്രട്ടാതിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. കേതു കന്യരാശിയിൽ തന്നെ തുടരുകയാണ്. ഞായർ മുതൽ ചൊവ്വ പ്രഭാതം വരെ ധനു രാശിക്കാർക്കും അഷ്ടമരാശിയാണ്. തുടർന്ന് വ്യാഴം സന്ധ്യ വരെ മകര രാശിക്കാർക്കും അതിനുമേൽ തീരുന്നതുവരെ കുംഭ രാശിക്കാർക്കും അഷ്ടമരാശി തുടരുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം 4 തൊട്ട് 6 വരെയുള്ള ഭാവങ്ങളിലാണ്. പ്രായണ അഭ്യുദയം പ്രതീക്ഷിക്കാം. പ്രവൃത്തിയിൽ പൂർണ്ണമായും നിങ്ങൾക്ക് മുഴുകാൻ സാധിക്കുന്നതാണ്. എന്നാൽ കഴിവതും തിടുക്കങ്ങളുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. വരും വരായികകൾ എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടതാണ്. ക്ഷമ ചോദിക്കേണ്ട സ്ഥലത്ത് ക്ഷമ ചോദിക്കുവാൻ മടിക്കരുത്. അമിതമായ ചെലവിന് ഈ ആഴ്ച ഇടവരും. അവയിൽ പാഴ്ചെലവുകൾ പലതും വന്നു ചേരുന്നതാണ്. അതിനാൽ തന്നെ സാമ്പത്തികമായ അച്ചടക്കം ഈ ആഴ്ച വളരെയധികം അനിവാര്യമാണ്. ശനി രാഹുയോഗമുള്ള കാര്യങ്ങളെല്ലാം മന്ദഗതിയിലാകും. അതിനാൽ തന്നെ ഉത്കണ്ഠയ്ക്ക് ആവശ്യമില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറി വരുന്നതാണ്. വ്യാഴം അനുകൂലാവസ്ഥയിൽ തുടരുകയാൽ സന്തുലിതാവസ്ഥ ഭവിക്കാതിരിക്കില്ല. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ശുക്രന് മൗഢ്യം തീർന്നത് വളരെയധികം ഗുണകരമാണ്. ഭൗതിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകും. പാരിതോഷികം ലഭിക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ്. ബിസിനസ് രംഗത്ത് വളരെയധികം ഉണർവുണ്ടാകും. അലച്ചിൽ വളരെയധികം കുറയുന്നതാണ്. ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. വിവാഹാലോചനകൾ സജീവമാകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക പിരിമുറുക്കത്തിന് തെല്ല് അയവ് അനുഭവപ്പെടുന്നതാണ്. സാഹിത്യകാരന്മാർക്ക് രചനകൾ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് വളരെയധികം ഇച്ഛാശക്തി വന്നു ചേരും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്കും പുറമേ നിന്നുള്ള ഭക്ഷണം, ഷോപ്പിംഗ് എന്നിവയ്ക്കും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മൗനം വിദ്വാനുഭൂഷണം എന്ന ചൊല്ല് ഓർക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതിരിക്കുക. ചെറു യാത്രകളുടെ എണ്ണം കൂടുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ബിസിനസ് കൂടുവാൻ ഇടയില്ല. പകരക്കാരെ വെക്കുന്നത് ഒരു രീതിയിലും ഗുണം ചെയ്യുന്ന ആഴ്ചയല്ല. മേലധികാരിയുടെ അപ്രീതി ഉണ്ടാകും. വ്യായാധിക്യം ഒരു സാധ്യതയാണ്. മനോബലം കൊണ്ട് അവഗണനകളെ മറികടക്കുവാൻ സാധിക്കും. ദാമ്പത്യത്തിൽ അനുരഞ്ജനം ആവശ്യമായ ആഴ്ച തന്നെ. ഒപ്പമുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സുണ്ടാകണമെന്നില്ല. വ്യാഴം വെള്ളി ദിവസങ്ങൾ മേന്മ അല്പം കുറയുവാൻ ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ധനവരവ് വളരെയധികം ഉയരും. പ്രതിസന്ധികളെയെല്ലാം നിങ്ങൾക്ക് സ്വാഭാവികമായ യുക്തിശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് മറികടക്കുവാൻ സാധിക്കും. കൃത്യനിഷ്ഠയും ചുമതല ബോധവും പ്രശംസിക്കപ്പെടുന്നതാണ്. ബിസിനസ് വിപുലീകരണത്തിലുള്ള ഉദ്യമങ്ങൾ ഫലം കണ്ടു തുടങ്ങും. വിപണന തന്ത്രങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് മാതാപിതാക്കളുടെ പിന്തുണ വന്നു ചേരും. രാഷ്ട്രീയ പ്രവർത്തനം വളരെയധികം സുഗമമാകുന്നതാണ്. വലിയ പദവികളിലേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടാം. മനഃപൂർവ്വം ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ സമവായം തെളിഞ്ഞു വരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. പ്രതീക്ഷകൾ വാനോളമുണ്ടാകും. ചിലതൊക്കെ സഫലമായി കിട്ടുന്നതാണ്. ഇടവ രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരും. മുൻപ് കൈവായ്പ വാങ്ങിയ തുക മടക്കി കിട്ടാം. സർക്കാരിൽ നിന്നും അനുമതി രേഖകൾ ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യം സുഖപ്രദമാകും. പാരമ്പര്യ വസ്തുക്കളിൽ നിന്നും ആദായം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും.
മംഗളകർമ്മങ്ങളിലും വിരുന്നുകളിലും പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. മിഥുന രാശിക്കാർക്ക് ഭാഗികമായ ശുഭഫലങ്ങൾ വന്നെത്തും. ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറുന്നതിനാൽ ക്ഷോഭവും സമ്മർദ്ദവും കുറയുകയും ചെയ്യും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച വരുമാനം കുറയുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. പല കാര്യങ്ങളാൽ അതൃപ്തി ഉണ്ടാകും. ഉറ്റോരുമായി പിണങ്ങുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ക്ഷോഭം കഴിവതും നിയന്ത്രിക്കേണ്ടതുണ്ട്. ജോലിക്ക് പോകുവാൻ മടിയുണ്ടാകുന്ന ആഴ്ചയാണ്. ഉത്സവങ്ങളും ആഘോഷങ്ങളും കണ്ടു നടക്കുവാൻ വളരെയധികം നിങ്ങൾ കൊതിക്കും. എന്നാൽ ലീവ് എടുക്കാത്ത സ്ഥിതി വന്നു ചേരുന്നതാണ്. ജോലി ഉപേക്ഷിക്കുന്നത് തികഞ്ഞ ബുദ്ധിശൂന്യതയായി മാറും. കാരണം നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടുവാൻ ഇടയില്ല. കണ്ടക ശനിക്കാലം ആകയാൽ തൊഴിലിടത്തും സമാധാനം വളരെയധികം കുറയുന്നതാണ്. സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിനായി കൂടുതൽ പണം കടം വാങ്ങുന്നതും അപകടമാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. മിഥുന രാശിക്കാർക്ക് തൊഴിലിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ ബിസിനസ് ചർച്ചകൾ നീണ്ടുപോകും. പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിച്ചേക്കില്ല. ചൊവ്വ ജന്മരാശിയിൽ നിന്നും മാറുന്നതും ആദ്യത്തെ അനുകൂലമായ നിലയിൽ തുടരുന്നതും കുറച്ച് ആശ്വാസം സമ്മാനിക്കും. കർക്കിടക രാശിക്കാർക്ക് നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുവാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തിൻ്റെ രോഗാവസ്ഥ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കും. സാമ്പത്തിക സഹായം ചെയ്യുവാൻ കഴിയും. കുടുംബത്തിൻ്റെ മുഴുവൻ പിന്തുണയും ഈ ആഴ്ച നിങ്ങൾക്ക് വന്നു ചേരും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഹ്രസ്വകാല കോഴ്സുകളിൽ ചേരുവാനും കഴിയുന്ന ആഴ്ചയാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിക്ക് രാഹുയോഗം വരികയാൽ സമാധാനം വളരെയധികം കുറയും. ശരി തെറ്റുകളുടെ സൂക്ഷ്മ വിവേകം നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം ആലസ്യം വന്നു ചേരും. പലതും അകാരണമായി നീട്ടിവെക്കുവാനുള്ള പ്രേരണയുണ്ടാകുന്നതാണ്. ചൊവ്വ ജന്മരാശിയിൽ വരികയാൽ ക്ഷോഭം കൂടുന്നതാണ്. രോഗചികിത്സയിൽ അമാന്തം യാതൊരു രീതിയിലും അരുത്. വ്യാഴം 11-ലാകിയാൽ സാമ്പത്തികമായി മോശം സ്ഥിതി ഉണ്ടാകില്ല. ചന്ദ്രൻ ഈ ആഴ്ച ജന്മനക്ഷത്രം മുതൽ സഞ്ചരിക്കുന്നതിനാൽ പാരിതോഷിക ലബ്ധി, ഭക്ഷണ സമൃദ്ധി ഇവയുണ്ടാകുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. കാര്യസാധ്യത്തിന് പോരാട്ടം അനിവാര്യമാണ്. ചിലപ്പോൾ വ്യക്തതയും ആശയക്കുഴപ്പവും ഉണ്ടാകും. ക്ഷമയുടെ ശക്തിയും മൗനത്തിൻ്റെ വാചാലതയും സ്വയം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം ഈ ആഴ്ച വേണം. മൂന്നാം തലമുറയുടെ ആശയങ്ങളോട് ശക്തമായി വിരോധം പ്രകടിപ്പിക്കും. തന്മൂലം ചില മാനസിക ക്ലേശങ്ങളും ഉദയം ചെയ്യുന്നതാണ്. കിട്ടാക്കടം എന്നു നിങ്ങൾ കരുതിയ തുക മടക്കി കിട്ടും. ജന്മത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ സാഹസങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങൾ മുതിരരുത്. പാരമ്പര്യ വസ്തുക്കൾ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വരേണ്ടതാണ്. ഉപാസനാദികളിൽ ആലസ്യം ഉണ്ടാകുവാനും ഇടവരുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. നല്ല തുടക്കം കിട്ടുന്ന ആഴ്ചയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. പ്രവൃത്തികൾ നിർവഹണത്തിൽ പ്രശംസ വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. കിടപ്പ് രോഗികളായ ആളുകൾക്ക് ചില ദിവസങ്ങളിൽ വയ്യായിക കൂടുവാൻ ഇടയുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വീട് വിട്ടു നിൽക്കേണ്ട സ്ഥിതി വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങൾക്ക് ഞെരുക്കം വരുന്നതാണ്. വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചിലപ്പോൾ കള്ളം പറയേണ്ടി വന്നേക്കാം. എന്നാൽ പിന്നീട് പശ്ചാത്താപവും വന്നു ചേരും. ഉപാസനാദികൾ മുടങ്ങുവാനും ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ആലോചനയിൽ പല കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ചെയ്യാൻ കരുതിയവ തടസ്സപ്പെടുകയോ മാറ്റിവെക്കേണ്ടി വരികയോ ചെയ്യും. ബന്ധുക്കൾ നിങ്ങളുടെ വിരോധികളാകുന്നതാണ്. സുഹൃത്തുക്കളുടെ വാഗ്ദാന ലംഘനം അപ്രതീക്ഷിതമാകും. പണമിടപാടുകളിൽ അമളി പിണയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുലഭമായി കിട്ടിയ വസ്തുക്കളെല്ലാം ദുർലഭമാകുവാൻ ഇടവരും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ യാത്രാക്ലേശം ഭവിക്കുന്നതാണ്. അഷ്ടമത്തിലെ ഗ്രഹാദിത്യത്തിൽ മനസ്സിന് സ്വൈര്യം വളരെയധികം കുറയും. വസ്തുവ്യാപാരത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം കിട്ടുവാൻ ഇടയുള്ള ആഴ്ചയല്ല. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സമാധാനം വളരെയധികം വന്നു ചേരും. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. വേദനക്ഷത്രമായ പോരുരുട്ടാതിയിൽ ശനിയും രാഹുവും വിപരീത ഗതികളായിരിക്കുന്നത് ഇച്ഛാഭംഗം, കർമ്മക്ലേശം എന്നിവയ്ക്ക് ഇടവരുത്തുന്നതാണ്. അധികാരികളുടെ അപ്രീതി നേടുവാൻ ഇടയുണ്ട്.
ചിങ്ങ രാശിക്കാർ ധനപരമായി വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കന്നി രാശിക്കാർ വാരാദ്യ ദിവസങ്ങളിൽ വരവധികരിക്കും. പിതാവിൽ നിന്നും ധനം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്നും ആദായം വർദ്ധിക്കും. ബുധൻ മുതൽ ഗുണം വളരെയധികം കുറയുന്നതാണ്. മനസ്സിൻ്റെ സ്വാസ്ഥ്യം നഷ്ടമാകും. കുടുംബജീവിതത്തിൻ്റെ സ്വച്ഛന്തത്തിന് ചില തടസ്സങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ കലഹമുണ്ടാകുവാനും ഇടവരുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസവും വാക്കിലും കർമ്മത്തിലും നിറയും. ധീരമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് പുതു സംരംഭങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ സമയമല്ല വന്നെത്തിയിരിക്കുന്നത്. പ്രതിബന്ധങ്ങൾ വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ്. ദൂരയാത്രകൾക്ക് ക്ഷണം ലഭിക്കും. തീർത്ഥാടനത്തിന് സാധ്യതയുണ്ട്. കിടപ്പ് രോഗികളായ ആളുകൾക്ക് ചികിത്സ ഫലവത്താകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുവാനും കഴിയും. വായ്പകൾക്കായി ശ്രമം നിങ്ങൾ തുടരുന്നതാണ്. ഉന്നത പഠനത്തിലുള്ള സാധ്യത ഉറപ്പാകും. സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരാത്തത് ഉദ്യോഗസ്ഥരെ വളരെയധികം വിഷമിപ്പിച്ചേക്കും. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വ നീചക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അവഹേളനത്തിന് പാത്രമാകും. അർഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചെന്നു വരില്ല. സംഘടനകളിലെ നിലപാടുകളിൽ വിമർശനത്തിന് ഇടവരുത്തുന്നതാണ്. തുലാം രാശിക്കാർക്ക് മെച്ചപ്പെട്ട ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ധനകാര്യത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും. വായ്പ മടക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഗാർഹികമായ സമാധാനം എല്ലാ രീതിയിലും വന്നു ചേരും. കന്നി രാശിക്കാർക്ക് വാരാദ്യം സ്വസ്ഥത പ്രതീക്ഷിക്കാം. അമിത വ്യയം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. പാർട്ട്ണർഷിപ്പ് വ്യാപാരത്തിൽ മെച്ചം കുറയുന്നതാണ്. ഉപാസനാദികളിൽ ഉപേക്ഷ വന്നു ചേരും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ആത്മശക്തി ഉയരുന്ന ആഴ്ചയാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും യുക്തിസഹമായി മനസ്സിലാക്കുവാനും പരിഹരിക്കുവാനുമുള്ള സന്നദ്ധത ഉണ്ടാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. പ്രയത്നത്തിന് അർഹമായ പ്രതിഫലം വന്നുചേരും. സർക്കാരിൽ നിന്നും രേഖ, അനുമതി ഇവ കരുതിയതിലും വേഗത്തിൽ നിങ്ങളുടെ കൈവശം വന്നുചേരും. വിപണന തന്ത്രങ്ങൾ ആദായത്തിന് കാരണമാകുന്നതാണ്. വീട് മോടി പിടിപ്പിക്കുവാനും വസ്ത്ര ആഭരണങ്ങൾ വാങ്ങുവാനും കഴിയും. ബന്ധുസമാഗമം സന്തോഷം സമ്മാനിക്കും. സ്വതസിദ്ധമായ സാഹിത്യ അഭിരുചി പുഷ്ടിപ്പെടുന്നതാണ്. മുൻപ് അവഗണിച്ച ആളുകൾ നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് പരിചയം പുതുക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശ്വാസപൂർവ്വം ഏർപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും വിജയമുണ്ടാകും. അമിതമായ അധ്വാനം കൂടാതെ തന്നെ കാര്യസിദ്ധി ഭവിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ ഭാഷയിൽ പരിജ്ഞാനം ഇവ നേടുവാൻ കഴിയും. പുതിയ തലമുറയെ മനസ്സിലാക്കുവാനുള്ള ശ്രമം നടത്തുന്നതാണ്. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്പം കൂടി കാത്തിരിക്കുന്നത് ഗുണകരമാകും. വൃശ്ചിക രാശിക്കാർക്ക് ഞായറും തിങ്കളും ശുഭത്വം കുറയുന്നതാണ്. ഭാവന നിങ്ങളുടെ കാട് കയറും. അപ്രായോഗികമായ കാര്യങ്ങൾ മനസ്സിൽ വന്നു ചേരും. തുലാം രാശിക്കാർക്ക് പിതാവിൽ നിന്നും ധനം വന്നു ചേരുന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടുവാനും വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കഴിയുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. രാജ്യത്തിലെ വൈക്ലഭ്യങ്ങളെല്ലാം കൊഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും സുഗമത പ്രതീക്ഷിക്കാം. ചിന്താപരത ഇപ്പോൾ കാട് കയറിയെന്നു വരാം. പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള ശ്രമം തുടരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ അനുരഞ്ജന നിലപാടെടുക്കുവാന്നതിൽ സമാധാനം വന്നുചേരും. ജോലി ഉപേക്ഷിക്കുന്നത് പുതിയ ജോലി ലഭിച്ചതിന് ശേഷം മതിയാകും. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചതിക്കുഴികളിൽപ്പെട്ട് ധനം നഷ്ടപ്പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വസ്തു വിൽപ്പനയിൽ ചില ശുഭചലനങ്ങൾ അനുഭവപ്പെടും. മക്കൾക്ക് പുതിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധൻ, രാശിനാഥനായ ചൊവ്വ എന്നിവ നീചസ്ഥാനങ്ങളിൽ തുടരുന്നത് ഏതെങ്കിലും വിധത്തിൽ ആത്മവീര്യത്തെ ബാധിക്കുവാൻ ഇടയുണ്ട്. അതിനാൽ തന്നെ കർമ്മരംഗത്ത് കൂടുതൽ യത്നം ആവശ്യമായി വരും. പുതിയ കാര്യങ്ങളുടെ സമാരംഭത്തിന് ഇപ്പോൾ സമുചിത കാലമല്ല.
ഞായറും തിങ്കളും സമ്മിശ്ര ഫലങ്ങൾ വന്നു ചേരും. മറ്റ് ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഗുണം വന്നു ചേരുന്നതാണ്. പിതൃപുത്ര ബന്ധം രമ്യമാകും. സാമൂഹ്യ പ്രവർത്തനം ഊർജ്ജദായകമായി അനുഭവപ്പെടും. പുതിയ ഉദ്യോഗത്തിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും. പ്രൊജക്റ്റുകൾ, ഗവേഷണം തുടങ്ങിയവയിൽ മെച്ചമുണ്ടാകുന്ന ആഴ്ചയാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ഗാർഹികമായ ചെറിയ കാര്യങ്ങളായാൽ പോലും സ്വയം തീരുമാനം കൈക്കൊള്ളരുത്. എല്ലാവരുടെയും അഭിപ്രായം കേട്ടറിയണം. മനസ്സുഖം, ദേഹസുഖം എന്നിവ ശരാശരിയാകും. സുഹൃത്തുക്കൾ പിണങ്ങുവാൻ ഇടയുണ്ട്. ഞായറും തിങ്കളും അഷ്ടമ രാശിയാകിയാൽ ശുഭകാര്യങ്ങൾ ഒരു രീതിയിലും തുടങ്ങരുത്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേക കരുതൽ വേണ്ടതാണ്. വാഹനയാത്രയിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. ചൊവ്വ മുതൽ ധനപരമായ ഗുണമുണ്ടാകും. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് സ്വീകാര്യമായി ഭവിക്കുന്നതാണ്. അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ്. കാര്യങ്ങൾ മുഴുവനായും അനുകൂലമായി വന്നു ചേരില്ല. കാര്യവിഘ്നം ഉണ്ടാക്കുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും. നിങ്ങളുടെ പ്രഥമ പരിശ്രമം വിജയിക്കണമെന്നില്ല. ബന്ധുക്കളുടെ നിലപാടുകളോട് അസഹിഷ്ണുത പുലർത്തുവാനിടയുണ്ട്. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ ലാഭം വളരെയധികം കുറയും. മുൻ ആധാരം, അനുബന്ധ രേഖകൾ എന്നിവ പരിശോധിക്കണം. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ഭാഗികമായി വിജയം കൈവരിക്കുന്നതാണ്. ഗൃഹാരംഭം, ഗൃഹപ്രവേശം എന്നിവയ്ക്ക് അനുകൂലമായ കാലമല്ല. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. രോഗക്ലേശാദികളാൽ വലയുന്ന ആളുകൾക്ക് സമാശ്വാസം വന്നുചേരും. സർക്കാർ കാര്യങ്ങളിലെ എല്ലാവിധ പ്രതിബന്ധങ്ങളും നീങ്ങിക്കിട്ടും. സ്നേഹബന്ധം ആത്മാർത്ഥമാകും. സഹോദരങ്ങളെ കൊണ്ട് വളരെയധികം ഗുണം ഭവിക്കുന്നതാണ്. തീർത്ഥാടന യോഗമുണ്ട്. കർമ്മരംഗത്ത് അഭ്യുദയം വരുന്ന കാലമാണ്. ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുവാൻ സാധിക്കും. നിക്ഷേപങ്ങളിലെ വരുമാനം സമുദ്യമങ്ങൾക്ക് ചെലവഴിക്കുവാൻ കഴിയും. ധനുരാശിയിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രവർത്തനങ്ങൾ ഏകാഗ്രതയോടെ കൊണ്ടുപോകുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ചെറിയ വലിയ യാത്രകൾ ഉണ്ടാകുന്ന ആഴ്ച തന്നെ. ക്ഷേത്രോത്സവ പരിപാടികളിൽ പങ്കെടുക്കുവാൻ കഴിയും. സഹപ്രവർത്തകർക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുവാനും സാധിക്കും. വയോജനങ്ങളുടെ നിർലോഭമായ പിന്തുണ കൈവരുന്ന ആഴ്ചയാണ്. സംഘടനകളിൽ വീണ്ടും നേതൃത്വ പദവിയിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാം. പുതിയ കാര്യങ്ങൾ സമാരംഭിക്കുവാൻ ചൊവ്വയും ബുധനും അനുകൂലമായ ദിവസങ്ങളല്ല. വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളും തുറന്ന അഭിപ്രായ പ്രകടനങ്ങളും ശത്രുക്കളെ സമ്മാനിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ആദായം വന്നു ചേരില്ല. ചൊവ്വ ഏഴാമിടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയത്തിൽ പുനരാലോചന വന്നു ചേരും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയുടെ നീചക്ഷേത്രസ്ഥിതി സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം തൃപ്തിക്കുറവുണ്ടാകും. അശ്രദ്ധ മൂലം അപകടങ്ങൾ വന്നു ചേരും. മകരരാശിക്കാർക്ക് ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉദയം ചെയ്യുന്നതാണ്. കുംഭരാശിക്കാർക്ക് സ്ഥിതിഗതികൾ ഇത്രയും മോശമാകില്ല. കർമ്മ വിജയപ്രാപ്തി പ്രതീക്ഷിക്കാം. അവിട്ടത്തിന്റെ മൂന്നാം നക്ഷത്രത്തിൽ രാഹുവും ശനിയും യോഗം ചെയ്യുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കും. ചിലർ കൂടുതൽ സ്വാർത്ഥ മതികളായി മാറുന്നതാണ്. ചിലർ സ്വന്തം കാര്യം പാടെ മറന്ന് അന്യർക്കായി ജീവിക്കുവാനും ഇടയുണ്ട്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. വാക്സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ ഉള്ളതും അഷ്ടമത്തിലേക്ക് അവയുടെ ദൃഷ്ടി വരുന്നതും ധനസ്ഥിതിയെ ബാധിക്കും. കടം കൊടുത്ത തുക മടക്കി കിട്ടുന്ന കാര്യം വിഷമത്തിലാകും. ആരോഗ്യം ക്ലേശകരമായി ഭവിക്കുന്നതാണ്. വാഗ്ദാന ലംഘനം പരിഹസിക്കപ്പെടും. ബുധ ശുക്രന്മാർ രണ്ടിലുള്ളതിനാൽ സൽപ്പേരിനെ ബാധിക്കുവാൻ ഇടയില്ല എന്നു മാത്രം. കലാപ്രവർത്തനത്തിൽ ശുഷ്കാന്തി കുറയുന്നതാണ്. ആറിലെ ചൊവ്വ നിങ്ങൾക്ക് വന്നുചേരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ പര്യാപ്തമാണ്. വസ്തുവ്യവഹാരത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. ഈ ആഴ്ച ഒരു രീതിയിലുമുള്ള സാഹസങ്ങൾക്ക് നിങ്ങൾ മുതിരരുത്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പലതരം സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരും.
വിഷാദ ചിന്താഗതി ഉണ്ടാകുന്ന ആഴ്ചകയാണ്. സുഹൃത്തുക്കളോട് അകാരണമായി പിണങ്ങാം. കർമ്മരംഗത്ത് മരവിപ്പുണ്ടാകും. വലിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇപ്പോൾ കാലം അനുകൂലമല്ല. മീനരാശിക്കാർക്ക് കൂടുതൽ ബാധിക്കപ്പെടാം. ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും. ആലസ്യമുണ്ടാകും. അപവാദങ്ങൾ പ്രചരിക്കപ്പെടാം. ഏജൻസി വ്യാപാരം, കമ്മീഷൻ ഈ വിധ ഏർപ്പാടുകൾ വളരെയധികം ലാഭകരമാകും. അല്പ നേട്ടങ്ങൾ കൊണ്ട് തൃപ്തി അടയേണ്ടിയും വരുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മരാശിയിലെ ബഹുഗ്രഹ യോഗം തുടരുകയാൽ കാര്യവിളംബം അതുമല്ലെങ്കിൽ കാര്യവിഘ്നം ഇവ ഏർപ്പെടുന്നതാണ്. ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയില്ല. അലച്ചിൽ വർദ്ധിക്കും. ധനച്ചെലവുണ്ടാകുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കരാറുകൾ നീക്കി കിട്ടുവാൻ കടുത്ത പരിശ്രമം ആവശ്യമായി വരും. ഭോഗസുഖങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ദുഷ്പേരിന് ഇടവരുത്തും. ആത്മാഭിമാനത്തിന് ഇടിച്ചിൽ വരുന്ന കാര്യങ്ങൾ വന്നു ചേരാം. ഈ ആഴ്ചയിൽ ബുധൻ മുതൽ കുറേശ്ശെയായി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. ദാമ്പത്യത്തിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നിർബന്ധശീലം മൂലം ശത്രുക്കൾ വർദ്ധിക്കും. അപ്രസക്ത കാര്യങ്ങൾക്കായി ധാരാളം ഊർജം ചെലവഴിക്കേണ്ടി വരും. ബഹുമാനിക്കേണ്ടവരെ അപകീർത്തിപ്പെടുത്തുന്നവർക്കൊപ്പം ചേരും. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞില്ലെന്നു വരാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് അവസരം വന്നു ചേരും. ചിലർക്ക് നാടുവിട്ട് നിൽക്കേണ്ട സാഹചര്യം ഉദിക്കുന്നതാണ്. കലാപഠനം, പുതിയ ഭാഷ പഠിക്കൽ, സാങ്കേതികമായ അറിവ് സമ്പാദിക്കൽ എന്നിവയ്ക്ക് അവസരം കൈവരും. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഉദാസീനതയുണ്ടാകും. ബിസിനസ് വിപുലീകരണം സംബന്ധിച്ച് ആശയങ്ങൾ രൂപപ്പെടുവാനും ഇടയുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.